പാലക്കാട് തൃപ്പാളൂരിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത തൂക്കുപാലത്തിന്റെ കൈവരികൾ പൊട്ടിവീണു. ഗായത്രി പുഴയ്ക്ക് കുറുകെ തൃപ്പാളൂർ ശിവക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ച തൂക്കുപാലത്തിന്റെ കൈവരി കമ്പികളാണ് നിലത്ത് വീണത്. സംസ്ഥാന സർക്കാർ 5 കോടി രൂപ ചിലവഴിച്ചാണ് തൂക്കുപാലം ഓപ്പൺ സ്റ്റേജ്, ടോയ്ലറ്റ് ബ്ലോക്ക്, ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അരുൺ ആലത്തൂർ തുടരുന്നുണ്ട് പാലക്കാട് നിന്ന്. അരുൺ, എന്താണ് ഈ കേൾക്കുന്നത്? കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത തൂക്കുപാലത്തിന്റെ അവസ്ഥയാണിത്. അത്തരത്തിൽ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ വലിയ അപകടം അവിടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്നലെയാണ് ഈ ആലത്തൂരിനടുത്തുള്ള തൃപ്പാളൂരിലെ തേനാരി പറമ്പിൽ നിന്നും അവിടുത്തെ പ്രശസ്തമായ ശിവക്ഷേത്രത്തിലേക്ക് ഗായത്രി പുഴയ്ക്ക് കുറുകെ ഒരു തൂക്കുപാലം നിർമ്മിക്കുന്നത്. ആ തൂക്കുപാലം നിർമ്മിച്ചത്, അതിൻ്റെ ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ എന്ന ആലത്തൂരിലെ MP ആയിരുന്നു നിർവഹിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ, ഏകദേശം 1-2 മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ഈ തൂക്കുപാലത്തിൻ്റെ കൈവരികളും മറ്റുമൊക്കെ പൊട്ടുന്ന സാഹചര്യമായിരുന്നു. അത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച പല ഭാഗങ്ങളും പൊട്ടി വീഴുകയായിരുന്നു എന്നുള്ളതാണ്. KD പ്രസേനൻ MLA-യുടെ ഫണ്ടിൽ നിന്ന് ഏകദേശം 5 കോടി രൂപ ഉപയോഗിച്ചാണ് തൂക്കുപാലവും അനുബന്ധ സൗകര്യങ്ങളും സജ്ജമാക്കിയിരിക്കുന്നത്. അതായത് മിനി മാസ് ലൈറ്റുകൾ, കുളിക്കടവ്, ഓപ്പൺ സ്റ്റേജ്, കുട്ടികളുടെ കളിസ്ഥലം, കോഫി ഷോപ്പ്, ശുചിമുറി ബ്ലോക്ക് എന്നിവ ഉൾപ്പെടുന്ന ടേക്ക് എ ബ്രേക്ക് സംവിധാനം ഉൾപ്പെടെയാണ് പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചത്. എന്നാൽ ഈ പാലത്തിൽ ഇത്തരത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മണിക്കൂറുകൾ കഴിയുന്നതിനുള്ളിൽ അതിൻ്റെ കൈവരികളും മറ്റും പൊട്ടുകയായിരുന്നു എന്നുള്ളതാണ്. ഈ തൃപ്പാളൂരിലെ ശിവക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയാണെങ്കിൽ ദീപാവലി വാവ് വളരെ പ്രശസ്തമായ ഉത്സവമാണ്. ആ വാവ് ഉത്സവത്തിന് നിരവധി ഭക്തരാണ് ഈ പാലത്തിലൂടെയും മറ്റും സഞ്ചരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ വരുന്ന ആ ഒരു ക്ഷേത്രത്തിൽ സഞ്ചരിക്കാൻ ആളുകൾ സഞ്ചരിക്കുന്ന തൂക്കുപാലം, ആ തൂക്കുപാലമാണ് ഇങ്ങനെ തകരുന്ന സ്ഥിതി ഉണ്ടായത്. ഏതായാലും അത് അതിൻ്റെ ഗുണനിലവാരം ഉൾപ്പെടെ ഇനി കൂടുതൽ പരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്ന, അവർ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് വിശ്വാസികളായ തൃപ്പാളൂർ ശിവക്ഷേത്രത്തിലേക്ക് വാവുത്സവത്തിന് ഉൾപ്പെടെ എത്തുന്ന വിശ്വാസികളായ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പാലം, ആ പാലത്തിൽ ഇങ്ങനെ കുറച്ച് ആളുകൾ നടക്കുമ്പോഴേക്കും അതിൻ്റെ കൈവരി തകരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം, അതിൻ്റെ നിർമ്മാണം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ പരിശോധന നടത്തേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ഏതായാലും ശക്തമായ പ്രതിഷേധമാണ്. ഈ പാലം ഉദ്ഘാടനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ ഇത് തകർന്നതോടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്ന സാഹചര്യമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എരുമിയൂർ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നതാണെങ്കിൽ ഇത് ഉദ്ഘാടന സമയത്തല്ല, ഉദ്ഘാടനത്തിന് മുൻപേ പൊട്ടിയതാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിലും ഈ 5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഒരു തൂക്കുപാലം ഗായത്രി പുഴയ്ക്ക് കുറുകെ പുഴയിലാണെങ്കിൽ ശക്തമായി ഇപ്പോൾ മഴ കൂടെ പെയ്യുന്ന, കിഴക്കൻ മഴ കൂടെ ശക്തമായി പെയ്യുന്ന സാഹചര്യത്തിൽ വെള്ളം കുത്തിയൊലിച്ച് പുഴയിലൂടെ ഒഴുകുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ഒരു പാലം നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ അത് തകരുന്ന സ്ഥിതി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാവിയിൽ ആളുകൾ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉൾപ്പെടെ അത് എത്രത്തോളം അപകടകരമാണെന്നുള്ള കാര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണനിലവാര പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണമെന്നുള്ള ആവശ്യം ശക്തമാവുന്ന സാഹചര്യവും അവിടെയുണ്ട്. ശരി അരുൺ.